നമസ്കാരം. ഇത് ഭാരത് ലൈവ്. TV അവതാരകനും നടനും ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ സ്ഥാപകനും മേധാവിയും ഒക്കെയായ ഗോവിന്ദൻകുട്ടി അടൂർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ധാരാളം പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം മാധ്യമപ്രവർത്തകനും അല്ലെങ്കിൽ നടനും അല്ലെങ്കിൽ എഴുത്തുകാരനും പ്രസംഗകനും ഒക്കെയായി വേദികളിൽ തിളങ്ങി നിന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പണ്ട് ഞാൻ ജോലി ചെയ്ത അതേ സ്ഥാപനത്തിന്റെ പ്രോഗ്രാംസ് ഡിവിഷനിൽ അവതാരകനായി പലപ്പോഴും വന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇത്തരത്തിൽ ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക്, സ്ത്രീകൾക്കും സ്ത്രീകളുടെ മാനത്തിനും പുല്ലുവില നൽകുന്ന തരത്തിലേക്ക് ഇത്തരക്കാർ മാറുമ്പോൾ അല്ലെങ്കിൽ മാറിയതായി ആരോപണം ഉയരുമ്പോൾ സ്ത്രീ സുരക്ഷയും സ്ത്രീ പക്ഷപാതത്തെയും ഒക്കെ പലകുറി ഈ ഗോവിന്ദൻകുട്ടി അടൂർ പൊക്കിപ്പിടിച്ച് പല പരിപാടികളും നടത്തിയിട്ടുണ്ട് എന്നത് കൂടി ശ്രദ്ധേയമായി ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. നടൻ ഗോവിന്ദൻകുട്ടി അടൂരിനെതിരെ വീണ്ടും ബലാത്സംഗ കേസ് നൽകപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പുറത്തു വരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന് കാണിച്ച് യുവതി നൽകിയ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. 2021 കഴിഞ്ഞ വർഷവുമായി 3 തവണ ഈ ഗോവിന്ദൻകുട്ടി എന്ന വ്യക്തി തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം മറ്റൊരു യുവതിയും ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലും എറണാകുളം നോർത്ത് പോലീസ് ഇയാൾക്കെതിരെ അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് മറ്റൊരു യുവതി കൂടി സമാനമായ കേസ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 2 വശങ്ങൾ കൂടി നോക്കണം. ഗോവിന്ദൻകുട്ടി അടൂർ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രണയമോ അല്ലെങ്കിൽ സ്വാഭാവികമായ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങളോ ഉണ്ടായിട്ട് പിന്നീട് ഒരു പ്രശ്നം വരുമ്പോൾ പരാതി കൊടുക്കുന്ന രീതിയൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ നിലവിലുണ്ട്. ഇതാണ് എന്ന് പറയുന്നില്ല. പോലീസ് അന്വേഷിക്കുന്ന കേസാണ്. പരാതി കൊടുത്ത വ്യക്തിക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാമായിരിക്കും, ഗോവിന്ദൻകുട്ടിക്കും കാര്യങ്ങൾ അറിയാമായിരിക്കും. എന്തായാലും കലാരംഗത്തും ഇതുപോലെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മാധ്യമരംഗത്തും ഒക്കെ നിൽക്കുന്ന ആളുകൾ ഇത്തരം പരാതികളിൽ പെടുമ്പോൾ അത് ഒരു സമൂഹത്തിന്റെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാധ്യമപ്രവർത്തകരുടെയും നടന്മാരുടെയും അങ്ങനെയുള്ള ആളുകളുടെ തന്നെ മുഖത്ത് കരിവാരിത്തേക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വേദനയോടെ മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഇദ്ദേഹത്തിനെതിരെ പലരും പരാതിയുമായി വരും എന്നാണ് നേരത്തെ മറ്റൊരു യുവതി പറഞ്ഞത്. എന്തായാലും പരാതികളുടെ പ്രളയമാണ്. ഏതാണ് എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ, കോടതിയിൽ അതിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ എന്നേ പറയാനുള്ളൂ. എന്തായാലും സമൂഹത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത്തരം ആരോപണങ്ങളും ഇത്തരം കേസുകളും വന്നുപെടുന്നത് ദൗർഭാഗ്യകരം തന്നെയാണ്.